ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2025 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ്സാണ് ഇന്നത്തേത്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സും. ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതും കൂടി കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. എല്ലാ ക്ലാസ്സുകളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെ പ്രയോജനകരമാണ്. എക്സാമിന് വന്നിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ഈ ക്ലാസ്സുകളെല്ലാം നല്ലതുപോലെ പഠിച്ചെടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാം ഡേറ്റ് ഫെബ്രുവരി 2 അന്ന് തന്നെ ആയിരിക്കും എക്സാം വരുന്നത്. അതുകൊണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ കൂടിയും ഇന്ന് മുതൽ നല്ല രീതിയിൽ ഒരുപാട് സമയമെടുത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ആൻ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ ഇമ്പോസിബിലിറ്റി. റീസൺ എ വാല്യൂ ഫ്രീ തിയറി ഓഫ് ഡെവലപ്മെന്റ് ഈസ് എ ഡിസെപ്റ്റീവ് ഫംഗ്ഷൻ. അസേർഷൻ ആൻ ഒബ്ജക്റ്റീവ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഈസ് ആൻ ഇമ്പോസിബിലിറ്റി. വികസനത്തിൻ്റെ വസ്തുനിഷ്ഠമായ സിദ്ധാന്തം അസാധ്യമാണ്. അതുപോലെ എ വാല്യൂ ഫ്രീ തിയറി ഓഫ് ഡെവലപ്മെന്റ് ഈസ് എ ഡിസെപ്റ്റീവ് ഫംഗ്ഷൻ. ഇത് റീസൺ ആണ്. അത് മൂല്യരഹിതമായ വികസന സിദ്ധാന്തം ഒരു വഞ്ചനാപരമായ പ്രവർത്തനമാണ്. ആൻസർ ഓപ്ഷൻ എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഹാത്തോൺ എക്സ്പെരിമെന്റ്സ് കണ്ടക്റ്റഡ് ബൈ എൽട്ടൺ മായോ ഗേവ് റൈസ് ടു ന്യൂ തിങ്കിങ് നോൺ ആസ്. ഓപ്ഷൻസ് എ. സിസ്റ്റം അപ്രോച്ച്, ബി. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, സി. കണ്ടിജൻസി അപ്രോച്ച്, ഡി. സയന്റിഫിക് മാനേജ്മെന്റ്. എൽട്ടൺ മായോ കൊണ്ടുവന്ന ഹാത്തോൺ എക്സ്പെരിമെന്റ്സ് ഇത് ഒരു പുതിയ ചിന്താഗതിയുടെ ഉത്ഭവമാണ്. ഇതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? എ. സിസ്റ്റം അപ്രോച്ച്, ബി. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, സി. കണ്ടിജൻസി അപ്രോച്ച്, ഡി. സയന്റിഫിക് മാനേജ്മെന്റ്. ആൻസർ ഓപ്ഷൻ ബി. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. എൽട്ടൺ മായോ കൊണ്ടുവന്ന ഹാത്തോൺ എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് നോക്കാം. The Hawthorne experiments were a series of studies conducted by Harvard researcher Elton Mayo to determine how work environments affect employee productivity. The experiments took place at the Western Electric Hawthorne Works in Cicero, Illinois from 1927 to 1932. The plant employed mainly women who assembled telephone cabling equipment. Hawthorne experiments. The Hawthorne experiments were a series of studies conducted by Harvard researcher Elton Mayo to determine how work environments affect employee productivity. ഹാർവാർഡ് ഗവേഷകനായ എൽട്ടൺ മായോ നടത്തിയ പഠനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഹാത്തോൺ പരീക്ഷണങ്ങൾ. തൊഴിൽ അന്തരീക്ഷം ജീവനക്കാരുടെ ഉൽപാദനക്ഷമതയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പരീക്ഷണം നടത്തിയത്. The experiments took place at Western Electric Hawthorne Works in Cicero, Illinois from 1927 to 1932. The plant employed mainly women who assembled telephone cabling equipment. 1927 മുതൽ 1932 വരെ ഇല്ലിനോയിലെ സിസറോയിലുള്ള വെസ്റ്റേൺ ഇലക്ട്രിക് ഹാത്തോൺ വർക്കിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. ടെലിഫോൺ കേബിളിംഗ് ഉപകരണങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വർക്കാണ്. സ്ത്രീകളാണ് പ്ലാന്റിൽ പ്രധാനമായും ജോലി ചെയ്തിരുന്നത്. മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Mayo's team initially studied the effects of changes to the factory environment such as lighting and humidity. They then studied the effects to changes to employment arrangements such as breaks, hours and managerial leadership. ലൈറ്റിംഗ്, ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം തുടങ്ങിയ ഫാക്ടറി പരിതസ്ഥിതിയിലെ മാറ്റങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മായോയുടെ സംഘം ആദ്യം പഠിച്ചു.
പിന്നീട് ഇടവേളകൾ, സമയം, മാനേജർ, നേതൃത്വം തുടങ്ങിയ തൊഴിൽ ക്രമീകരണങ്ങളിലെ മാറ്റങ്ങളുടെ ഫലങ്ങൾ അവർ പഠിച്ചു. റിസൾട്ട്സ്. The experiments found that psychological and social factors are more important than physical elements. Workplace culture is a significant factor. Pay is not the only factor that motivates employees. Employees perform better when they feel singled out for special attention. Employees perform better when they have some control over their situation. Informal work groups and group pressure have positive effects on productivity. ഈ പരീക്ഷണത്തിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഫിസിക്കൽ എലമെൻറ്റ്സ്. ശാരീരിക ഘടകങ്ങളെക്കാൾ മനഃശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങൾ പ്രധാനമാണ്. വർക്ക് പ്ലേസ് കൾച്ചർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഫാക്ടർ. ജോലി സ്ഥലത്തെ സംസ്കാരം ഒരു പ്രധാന ഘടകമാണ്. പേ ഈസ് നോട്ട് ദ ഓൺലി ഫാക്ടർ ദാറ്റ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. ശമ്പളം മാത്രമല്ല ജീവനക്കാരെ പ്രചോദിപ്പിക്കുന്ന ഘടകം. എംപ്ലോയീസ് പെർഫോം ബെറ്റർ വെൻ ദേ ഫീൽ സിംഗിൾഡ് ഔട്ട് ഫോർ സ്പെഷ്യൽ അറ്റൻഷൻ. പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ജീവനക്കാർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു. എംപ്ലോയീസ് പെർഫോം ബെറ്റർ വെൻ ദേ ഹാവ് സം കൺട്രോൾ ഓവർ ദെയർ സിറ്റുവേഷൻ. തങ്ങളുടെ സിറ്റുവേഷനിൽ കുറച്ച് നിയന്ത്രണമുള്ളപ്പോൾ ജീവനക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നു. ഇൻഫോർമൽ വർക്ക് ഗ്രൂപ്പ്സ് ആൻഡ് ഗ്രൂപ്പ് പ്രഷർ ഹാവ് പോസിറ്റീവ് എഫക്ട്സ് ഓൺ പ്രൊഡക്ടിവിറ്റി. അനൗപചാരിക വർക്ക് ഗ്രൂപ്പുകളും ഗ്രൂപ്പ് സമ്മർദ്ദവും ഉൽപാദനക്ഷമതയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഹാത്തോൺ എക്സ്പെരിമെൻസിലൂടെ കണ്ടെത്തിയത്. Significance. The Hawthorne experiments are credited with laying the foundation for modern motivation theory. The results of the experiments changed the way management thought about employee motivation. The Hawthorne effect. The Hawthorne effect is the tendency of people to alter their behaviors in response to being aware that they are being observed. Significance of Hawthorne experiments. ഈ ഹാത്തോൺ എക്സ്പെരിമെൻസിൻ്റെ പ്രാധാന്യം. ദി ഹാത്തോൺ എക്സ്പെരിമെൻറ്റ്സ് ആർ ക്രെഡിറ്റഡ് വിത്ത് ലേയിങ് ദി ഫൗണ്ടേഷൻ ഫോർ മോഡേൺ മോട്ടിവേഷൻ തിയറി. ദ റിസൾട്ട്സ് ഓഫ് ദി എക്സ്പെരിമെൻറ്റ്സ് ചേഞ്ച്ഡ് ദ വേ മാനേജ്മെൻറ്റ് തോട്ട് എബൌട്ട് എംപ്ലോയി മോട്ടിവേഷൻ. ആധുനിക പ്രചോദന സിദ്ധാന്തത്തിന് അടിത്തറ പാകിയതിൻ്റെ ബഹുമതി ഹാത്തോൺ പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ജീവനക്കാരുടെ പ്രചോദനത്തെക്കുറിച്ച് മാനേജ്മെൻറ്റിൻ്റെ ചിന്തയെ മാറ്റിമറിച്ചു. The Hawthorne effect. The Hawthorne effect is the tendency of people to alter their behaviors in response to being aware that they are being observed. ഹാത്തോൺ എഫക്റ്റ് എന്നത് ആളുകൾ തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുവെന്ന് ബോധവാന്മാരാകുന്നതിന് പ്രതികരണമായി അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനുള്ള പ്രവണതയാണ്. അതായത് ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എംപ്ലോയി തങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് കാണുമ്പോൾ അവരുടെ വർക്കിൽ കൂടുതൽ മാറ്റം വരുത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതായത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഉത്തരവാദിത്തത്തെ അവർ നല്ല രീതിയിൽ ഏറ്റെടുക്കാനും ഒരാളുടെ കൺട്രോളിലാണെന്ന് കാണുമ്പോൾ അവർ മുതിരുന്നു. ഇതാണ് ഹാത്തോൺ എക്സ്പെരിമെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.